നാലാമത്തെ 8-ാം വാക്യം. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ സത്യമായതൊക്കെയും ചിന്തിക്കുക. സത്യമായതൊക്കെയും ചിന്തിക്കുക. തിങ്ക് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഈസ് ട്രൂ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് വൈകുന്നേര സമയം IPL ലൈനിൽ കർത്താവിൻ്റെ ദൈവമായി ഞങ്ങൾ വന്നിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും, അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, ഷിക്കാഗോയിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച വിഷയങ്ങൾ കർത്താവെ നീ കേട്ടിരിക്കുന്നില്ല. കർത്താവെ, അടിയങ്ങളെ തുടർന്നും സഹായിക്കണമേ. വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഫിലിപ്പിയ ലേഖനം 4:8 വായിച്ചത് ഒന്നുകൂടി വായിക്കാം. സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. ആമേൻ, ആമേൻ. സ്തോത്രം. 8 കൂട്ടം കാര്യങ്ങളാണ് ചിന്തിക്കാൻ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ നാട്ടിൽ കഷായം കുടിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് പണ്ട് പഥ്യമുണ്ട്. ഇന്നത് ഉപ്പ് കഴിക്കരുത്, അല്ലെ ഇന്നത് കഴിക്കരുത്, ചില നിബന്ധനകളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത്. ഇപ്പോഴങ്ങനൊന്നുമില്ല, ഇപ്പോഴില്ല. പണ്ട് കഷായം കഴിക്കുമ്പം അതുകൊണ്ട് ഡിസിപ്ലിൻ ഫുഡായിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. ഇതുപോലെ ഇവിടെ 8 കൂട്ടം കാര്യം പൗലോസ് പറയാണ്. സഹോദരന്മാരെ, സഭയോടുള്ള ദൂതാണ്. സ്തോത്രം. സഭയോട് 8 കൂട്ടം കാര്യം പറയുന്നത് എന്താണ്? സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. ഇതൊക്കെയും ചിന്തിക്കാൻ കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സഹോദരന്മാരെ, ഇനി 9-ാം വാക്യം വായിച്ച് 4:9 എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കട്ടുമുള്ളത് പ്രവർത്തിച്ചു, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പം പൗലോസ് പറയാണ്, എന്നോട് പഠിച്ചും സംഗ്രഹിച്ചും കേട്ടും. അപ്പോൾ പൗലോസിന് സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. നമുക്ക് നമ്മുടെ മക്കളോടും നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രനോടും പറയാൻ പറ്റുമോ? എന്നോട് പഠിച്ചത്, എന്നിൽ നിന്ന് ഗ്രഹിച്ചത്, എന്നിൽ നിന്ന് കേട്ടത്, എന്നിൽ നിന്ന് കണ്ടത് പ്രവർത്തിപ്പീൻ എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ആമേൻ. എന്നെ കുറിച്ച് എന്തുണ്ടായി പറയുന്നത്? ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം. പൗലോസിന് നല്ല പ്രാഗൽഭ്യമുണ്ട്. വെറുതെ ഇത് തമാശക്കളിയല്ലല്ലോ. നമ്മളിതെപ്പോഴും വായിക്കുന്ന ഭാഗമാണ്. 8 കൂട്ടം കാര്യമാണ് പൗലോസ് ഇവിടെ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. എന്നോട് പഠിച്ച്. ആമേൻ. സ്തോത്രം. നമുക്ക് നമ്മൾ സൺഡേ പള്ളിയിലൊക്കെ പോയി സാക്ഷ്യം പറയും. ഇതുപോലെ പ്രാഗൽഭ്യത്തോടെ പറയുവാനുള്ള കെൽപ്പവും നമുക്കുണ്ടോ? ആമേൻ. സ്തോത്രം. എന്നോട് പഠിച്ചു, എന്നിൽ നിന്ന് ഗ്രഹിച്ച്, എന്നിൽ നിന്ന് കേട്ടത്, എന്നിൽ കൂടി കണ്ടത്. നമ്മൾക്ക് സ്തോത്രം ഒരു നല്ല ക്രിസ്തീയ കാഴ്ച വസ്തുവായിട്ട് നമുക്ക് നമ്മളെ പ്രസന്റ് ചെയ്യാൻ കഴിയുമോ ലോകത്തിന്റെ മുമ്പിൽ? എന്നെ കുറിച്ച് ഇവിടെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ലോ. എന്നെക്കുറിച്ച് കണ്ടുകൊണ്ടത് പ്രവർത്തിപ്പീൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. അപ്പം സ്തോത്രം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യുദ്ധത്തിന്റെ സ്തുതികൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. അവിടെ റഷ്യ ആ സ്ഥലം കൈയേറി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് ആണവായുധം ഉപയോഗിക്കുമെന്ന് ഇവിടെ വന്നൊരു ജനറൽ വന്ന് വെല്ലുവിളിച്ചു. പിന്നെ ഇസ്രായേലിൽ ഗാസയിൽ പ്രശ്നം,
ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ കാര്യങ്ങൾ നമ്മൾ വലുതായിട്ട് അറിയുന്നില്ല. ആ യുദ്ധത്തിൻ്റെ മേഖലയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പാകിസ്ഥാൻ ജനറൽ പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ സിന്ധു നദീ ജലം അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇന്ത്യയെ അണുബോംബ് കൊണ്ട് ഞങ്ങൾ തകർക്കുമ്പോൾ തന്നെയും ലോകത്തിൻ്റെ പകുതി ഭാഗവും ഞങ്ങൾ തകരുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അത്ര പവർഫുള്ളാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും 1946 തോന്നുന്നു സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്ക ബോംബിട്ടു, ജപ്പാൻ. ആ ഏരിയ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ ജനറൽ പറഞ്ഞൊരു കാര്യം ഫ്ലോറിഡയിൽ കണ്ട് വന്ന് പ്രസംഗിച്ചതാണ്, ടെക്സാസിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങൾ ബോംബിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവനും പകുതി ഞങ്ങൾ കൊണ്ടുപോകുന്നു, തകർത്ത് കളയുന്നു. അപ്പോൾ അത്രമാത്രം ശക്തിമത്താണ് അമേരിക്കയുടെ കയ്യിലും റഷ്യയുടെ കയ്യിലും ചൈനയുടെ കയ്യിലും ഇന്ത്യയുടെ കയ്യിലും പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നതായ അണുവായുധം ഒന്ന് മനസ്സിലാക്കണം. നൊടി ഇടകൊണ്ടിത് ഭസ്മമായി മാറും ഈ ലോകം, മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതം സ്തോത്രം, നമ്മുടെ ചിന്ത സ്വർഗീയമായിരിക്കണം. എട്ടുകൂട്ടം കാര്യം നമ്മൾ പറഞ്ഞു, സ്വർഗീയമായ ചിന്തകളാൽ നിറയ്ക്കണം. നമ്മുടെ ചിന്തയെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, അല്ലേ? സദൃശവാക്യം 23:7 വായിക്കാം. സദൃശവാക്യം 23:7. സദൃശവാക്യം 23:7. 3:7. വേഗം എടുക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല. അവൻ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, ഇന്ന് കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അപ്പം അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. ചിലവും പറയാം, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്? ഈ വചനം കേൾക്കുന്നവരും നമ്മൾ എന്ത് കണക്കൂട്ടൽ ഇട്ടേക്കുന്നത്? ഒരു ടോട്ടൽ. ഇത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പം ചെലവുകൾ ഇത്ര, വരുമാനം ഇത്ര അവസാനം ഒരു ടോട്ടൽ എടുക്കും. അറിയാമല്ലോ, ടോട്ടൽ എടുക്കും. ഇവിടെ ഇതുപോലെ 8 കൂട്ടം കാര്യം പറഞ്ഞു പൗലോസ്. ഒടുവിൽ സഹോദരന്മാരെ, ഒടുവിൽ നമുക്കൊരു കണക്കെടുക്കാം. എന്തുവാ? സത്യമായത് ഉണ്ടോ? ഘനമായതുണ്ടോ? നീതിയായിട്ടുള്ളതുണ്ടോ? നിർമ്മലമായിട്ടുള്ളതുണ്ടോ? രമ്യമായിട്ടുള്ളതുണ്ടോ? സൽകീർത്തിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലുണ്ടോ? സൽഗുണമായിട്ടുള്ള കാര്യമുണ്ടോ? പുകഴ്ചയായിട്ടുള്ള കാര്യമുണ്ടോ? അപ്പോൾ 8 കൂട്ടം കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പം അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നവരെ ആകുന്നു. ഇതിന് ടോട്ടൽ, ഇതെല്ലാം കൂടി ഒന്ന് ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തുവാ? സ്തോത്രം, എന്താ? നമ്മുടെ വിശുദ്ധ ജീവിതം, അല്ലേ? വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഒരു വിശുദ്ധൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. ആമേൻ. ഇന്ന് IPA ലൈനിൽ നമ്മൾ ദൈവവചനം കേൾക്കുന്നു. നമ്മത്രത്തോളം നാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമ്മൾ സ്തോത്രം ഫിലിപ്പിയർ ലേഖനം 4:5 വായിക്കേ. ഫിലിപ്പിയർ 4:5. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അതെ, സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ. ഇനി ഈ ഫിലിപ്പിയർ ലേഖനം തന്നെ 4-7 വാക്യം വെച്ച് 6-7 വാക്യം ഒന്നിനെ കുറിച്ചും 6-7 വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടു. എന്നാൽ സകല ബുദ്ധിയായും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കേൾപ്പാക്കും. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആമേൻ. അപ്പം കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ളതായ പ്രത്യാശ, സന്തോഷത്തെയും അത് കാത്തുകൊള്ളുവാൻ ദൈവമക്കളുടെ ചിന്ത എങ്ങനെ സൂക്ഷിക്കണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഫിലിപ്പിയർ ലേഖനം 4 ഇത് തന്നെ അധ്യായം തന്നെയാണ് നമ്മൾ വായിച്ചു, അല്ലേ? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ള
ആമേൻ. എന്തൊരു സാക്ഷ്യമാണ് പൗലോസിന് പറയാനുള്ളത്. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. അതെ, അപ്പോൾ ഇവിടെ ഒന്നാമത് നമുക്കെല്ലാം ധ്യാനിക്കാൻ 8 കൂട്ടം കാര്യമുണ്ട്. 8 കൂട്ടം കാര്യം ധ്യാനിക്കാൻ നമുക്കിവിടെ സമയമില്ല. സമയം ചുരുക്കത്തിൽ എല്ലാം ഒന്നും പറയാനൊക്കത്തില്ല, ഇല്ല. അതുകൊണ്ട് 1, 2, 3 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ടൈറ്റിൽ സത്യമായതൊക്കെയും ചിന്തിക്കുക. തിങ്ക് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഈസ് ട്രൂ. സത്യമായതൊക്കെയും ചിന്തിക്കുക. 119 സങ്കീർത്തനം 160 വാക്യം വായിക്കാം. 119 160. 119 160. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുടെ വിധികളൊക്കെ എന്നേക്കുമുള്ളവ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ. ഈ സത്യത്തെ അനുസരിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും അവന്റെ മക്കളാക്കി മാറ്റിയിരിക്കുന്നത് ഈ സത്യം അനുസരിപ്പാനാണ്. നിന്റെ വചനം സത്യം തന്നെ. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്, നാം എല്ലായ്പ്പോഴും ദൈവവചനം ധ്യാനിക്കണം. ദൈവവചനത്തിന് ഉപരിയായി നാം മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. ദൈവവചനത്തിന് ഉപരിയാവണ്ണം ഉണ്ടല്ലോ, പോകരുത് നമ്മൾ. എനിക്ക് അങ്ങനെയാകാം, എനിക്ക് ഇങ്ങനെയാകാം, ആ രീതിയിലൊന്നും പോകാൻ പറ്റത്തില്ല. വചനത്തിനകത്ത് തന്നെ നമ്മൾ നിൽക്കണം. വചനത്തിനകത്ത് ദൈവവചനം വിശ്വസിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഫലപ്രദമായ വിധത്തിൽ അത് വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 1 തെസ്സലോനിക്കർ 2:13 വായിക്കാം. 1 തെസ്സലോനിക്കർ 2:13. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം വായിച്ചാട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. അപ്പം പൗലോസ് പറഞ്ഞ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഇന്ന് ഞാനിവിടെ വചനം പറയുന്നു. വചനവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം. എനിക്കതേ പറയാനുള്ളൂ. വചനവിരുദ്ധമായ രീതിയിൽ പൗലോസ് പറഞ്ഞ മാതിരി ഏതോ ഒരു മ്യൂസിക് ഉണ്ടല്ലോ. ആ, ഓക്കെ. എനിക്ക് മ്യൂട്ട് പറ്റില്ല. എനിക്ക് അങ്ങനെയുള്ള അതില്ല. അപ്പൊ നമ്മള് സ്തോത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ എല്ലാം അതങ്ങ് വിട്ടുപോകും. അതായി കുഴപ്പമുണ്ട്. സ്തോത്രം. അപ്പം നമ്മൾ ദൈവവചനം വിശ്വസിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഫലപ്രദമാവണ്ണം വ്യാപരിക്കുകയാണ്. ആന്ന്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 2:13 വായിക്കുന്നതാണ്. 1 തെസ്സലോനിക്കർ 2:13 ഒന്ന് വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. അതെ, സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിൽ അവന്റെ കൂട്ടായ്മയിൽ നാം വസിക്കണം. അതെ, സ്തോത്രം. അത് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 9:13 വായിക്കുന്നത് എങ്ങനെ? ന്യായാധിപന്മാർ 9:13. ന്യായാധിപന്മാർ 9:13 ഒന്ന് വായിച്ചു. മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അതെ, സ്തോത്രം. അവൻ മുന്തിരിവള്ളിയായ യേശുവിൽ അവന്റെ കൂട്ടായ്മയിൽ നമ്മൾ വസിക്കണം. കൊമ്പുകൾ തായ്തടിയിൽ നിന്നും ആഹാരം സ്വീകരിച്ചു വളർന്ന് ഫലം കായ്ക്കുന്നു. നമുക്കറിയാം. ഇതുപോലെ നാം യേശുവാകുന്ന വൃക്ഷത്തിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കണം. മുന്തിരിവള്ളി ദൈവത്തെയും
അതായത് മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്നു എന്ന് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ വായിച്ചു. നാം ദൈവവചനത്തിലും നമ്മൾ സന്തോഷിക്കുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ദൈവസന്നെ നേരിലുള്ള പരമാർത്ഥമായ ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അതായത് നമ്മൾ എബ്രായർ ലേഖനം 10:22 വായിക്കുന്ന എങ്ങനെ? എബ്രായർ 10:22 നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ആമേൻ. അത് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് എങ്ങനെ ചെല്ലണം? നമ്മൾ ദൈവസന്നിധി ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രാർത്ഥനയിൽ കൂടിയും നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വിശ്വാസം നടത്തിയില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. അതെങ്ങനെ പ്രാപിക്കുന്നത്? വചനത്തിൽ കൂടി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ആ ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നത്. അത് സ്തോത്രം. കർത്താവിൻ്റെ വരവിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായസ്ഥലത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും അല്ലേ, കാണാറിയാമല്ലോ, തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്നു. ആമേൻ. 150 വാക്യം കാണാതെ പറഞ്ഞ ട്രേസി സൗകര്യമായി പറയുന്നത്. 81 വയസ്സ് പ്രായമുള്ള ആളായി പറയുന്നത്. നമ്മൾ പറയും താങ്ക് യു, ഹല്ലേലൂയ. അതെ, അവനവൻ ശരീരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥലത്തിന് മുമ്പിൽ സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സാമിനേഷൻ, ഒരു വിചാരണയുണ്ട്. ക്രിസ്തുവിനെ ന്യായസ്ഥലത്തിന് മുമ്പിൽ വരുമ്പം ഒരു ട്രയലുണ്ട്, വിചാരണയുണ്ട് കേട്ടോ. നമ്മൾ എന്തുവാ, നല്ലതാണോ ചെയ്തത്, തീയതാണോ ചെയ്തത്, അതിന് തക്കവണ്ണം പ്രാപിക്കുവാണ്. ആമേൻ. സ്തോത്രം. താങ്ക് യു ജീസസ്. അവിടെ നമ്മുടെ രഹസ്യ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ന്യായം വിധിക്കപ്പെടും. നമുക്കറിയാം, ദൈവം വിധിക്കുന്ന വിധികൾ സത്യമുള്ളതാണ്. സ്തോത്രം. എങ്ങനെയുള്ളത്? നമ്മൾ സങ്കീർത്തനം 19:9 വായിക്കുന്നുണ്ടല്ലോ. സങ്കീർത്തനം 19:9 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 19:9. യെസ്. യഹോവഭക്തി നിർമ്മലമായത്, അത് എല്ലാവർക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയാകും. ആമേൻ. അപ്പൊ യഹോവയുടെ വിധികൾ സത്യമായവ, അത് ഒട്ടൊഴിയാതെ നീതിയുള്ളവയാണ്. നീതി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം 14:10 വായിക്കുന്നുണ്ട്, സഹോദരനെ വിധിക്കുന്നവർ ക്രിസ്തുവിനെ ന്യായസ്ഥലത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും അല്ലേ? സഹോദരനെ വിധിക്കുന്നവൻ അതായത് ക്രിസ്തുവിന്റെ ന്യായസ്ഥലത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. മനുഷ്യന്റെ വിധികൾ സത്യമായിരിക്കണമെന്നും ഇല്ല. ചിലപ്പം അത് മനുഷ്യർ പുറമേ ഉള്ളത് മനുഷ്യർ നോക്കുന്നു, അകമേ ഉള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയെ ഹൃദയങ്ങളെയും ചിന്തകളെയും അവൻ അറിയുന്നുണ്ട്. അതെ, അവൻ്റെ വിധി സത്യമാണ്. സ്തോത്രം. അത് നമ്മൾ കാഴ്ചപ്രകാരം വിധിക്കാൻ പാടില്ല, കാഴ്ചപ്രകാരമല്ല. ഏതോ സ്തോത്രം. അത് നമ്മൾ സഭാപ്രസംഗി 7:21 വായിക്കുന്ന എങ്ങനെ? സഭാപ്രസംഗി 7:21 7:21 എന്ന് വായിക്കാം. 7:21. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും ശ്രദ്ധ കൊടുക്കരുത്. അത് തന്നെ. ആൾക്കാർ പലരും വേണമെങ്കിൽ എന്റെ പാട്ടിൽ നുണയും കൊതിയൊക്കെ പറയും. പറഞ്ഞു കേൾക്കുന്ന എല്ലാ സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുതെന്ന്. മതി. പറഞ്ഞു കേൾക്കുന്ന എല്ലാത്തിനും കയറിയെന്നും മറുപടി പറയാൻ നിൽക്കരുത്. മനസ്സിലായി? ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിൽ അത് സ്തോത്രം. എന്നായത് സമ്പത്തുകളുടെ അപഹാരത്തിൽ നാം മതിമയങ്ങരുത്. സമ്പത്തൊക്കെ വേണമെന്ന് നമ്മുടെ പറഞ്ഞു നോക്കുമല്ല. പക്ഷെ സമ്പത്ത് അധികം ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം നശ്വരമാണ്. എന്നാൽ സത്യമായ ധനമെന്തോ? വിശ്വാസം. അതൊന്ന് വായിക്കാം. ഞാൻ പറഞ്ഞതല്ല, ലൂക്കോസ് 16:11 വായിച്ചു. ലൂക്കോസ് 16:11 വായിച്ചേ.
16:11. യെസ്. 11. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായി ആയില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ, മാമോൻ എന്ന് പറഞ്ഞാൽ പണം 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 വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായി നിങ്ങളെ ആര് പരമേൽപ്പിക്കും? പണപരമായ കാര്യങ്ങളിൽ നാം വിശ്വസ്തരല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ജോലിയിൽ അതിൻ്റെ മാനേജറോ അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുമോ? ഇവിടെ യഹോവയെ ദൈവം പറയാണ്, കർത്താവ് പറയാണ്, നിങ്ങളെ എങ്ങനെ ഏൽപ്പിക്കുന്നത്? വിശ്വസ്തരല്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കത്തില്ല. സ്തോത്രം. അതെ, അപ്പം സ്തോത്രം. അപ്പം വിശ്വാസം, സത്യമായ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കൂടി നാം മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. നമ്മളെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കുന്ന അങ്ങനെ നാം ആത്മാവിൽ ദരിദ്രരാകുമ്പോഴാണ്. അന്ന് വായിക്കാം. യാക്കോബ് 2:5 ഒന്ന് വായിച്ചേ. യാക്കോബ് 2:5. യാക്കോബ് 2:5 ഒന്ന് വായിക്കാം. യാക്കോബ് 2:5. സഹോദരന്മാരെ, പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാസ്തവം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളും ആകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കിയിരിക്കുന്നു. വിശ്വാസത്തിൽ സമ്പന്നർ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, വിശ്വാസത്തിൽ സമ്പന്നരാകുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വരവിൽ തീർച്ചയായും ഞാൻ എടുക്കപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അനുദിനവും വേണം. ഇന്ന് കർത്താവ് പറഞ്ഞാൽ ഞാൻ എടുക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവമക്കളെ, എന്നെ കൈവിടപ്പെട്ടു പോകും. ലോകാന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ലോക അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ ടെക്നോളജി കൂടിയപ്പം ഐഫോണൊക്കെ വന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പ്രബലമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ന്യൂസ് മീഡിയ ഉണ്ടല്ലോ, CNN, ABC ന്യൂസ്, നമ്മുടെ നാട്ടിലെ മനോരമ, മാതൃഭൂമി, എല്ലാം കൂടെ കൂട്ടിക്കൂ. ഇതെല്ലാം വ്യാജ സാത്താൻ്റെ നാവുകളെ. ഇവരൊക്കെ വ്യാജം പടർത്തി വിടുകയാണ് ഈ ന്യൂസുകാർ. അതായത് പറഞ്ഞത് അന്തിക്രിസ്തുവിൻ്റെ ഓൾറെഡി ഇതിന്റെ ആ വായു ഇവിടെ ലയിച്ചിരിക്കുകയാണ്. സത്യമായ വാർത്തകൾ ഒരു കൊടുക്കുന്നില്ല. ഇവര്, നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നിഷ്പക്ഷമായ രീതിയിൽ അനലൈസ് ചെയ്തോ? അമേരിക്കയിലെ CNN ആയാലും കൊള്ളാം, ഏത് വാർത്താ ഏജൻസിയും, കേരളത്തിലെ മനോരമ ഒരു കാലത്ത് കമ്മ്യൂണിസത്തിനെതിരായിട്ട് നിന്നവരാണ്. ഇന്ന് കമ്മ്യൂണിസത്തെ അവർ അനുകൂലിക്കുന്നവരായി മാറി. എന്തുകൊണ്ട്? പണം കിട്ടും, പണത്തിൻ്റെ പേരിൽ. ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം വായിച്ച വാർത്തയിൽ കേരള ഗവൺമെൻറ് മനോരമയ്ക്ക് 18 കോടി രൂപ കൊടുക്കാനുണ്ട്. കടം 18 കോടി രൂപ കേരള ഗവൺമെൻറ് മനോരമയ്ക്ക് കൊടുക്കാൻ. എന്താണ്? ഏത് ഐറ്റത്തിൽ? ഇവരുടെ പരസ്യം മനോരമ ഇട്ടു. ആ 18 കോടി കൊടുക്കാൻ ഗവൺമെൻറ് ഉണ്ട്. അപ്പം പരസ്യം കിട്ടുമ്പം അവർക്ക് അനുകൂലമായിട്ടല്ലേ വാർത്ത എഴുതത്തുള്ളൂ? ആണല്ലോ. സിമ്പിൾ ആണല്ലോ. ഞാനിപ്പം സൂസൻ സ്റ്റാൻലൈനിൻ്റെ ഇന്ന് കുറേ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ സൂസൻ സ്റ്റാൻലൈനിൻ്റെ ഏത് ദൈവത്തിന് വിരുദ്ധമായി ഇടപെട്ടാൽ ഞാൻ അങ്ങ് അനുകൂലിക്കും. കാര്യം പൈസ വാങ്ങിച്ചു. അതതിൻ്റെ പോക്ക്. അതാ പൗലോസ് സാറിൻ്റെ പൈസ വാങ്ങിക്കാൻ പൗലോസ് പലതും പറയുന്നുണ്ടല്ലോ. ഞാൻ ആരുടെ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താ? പൈസ വാങ്ങിക്കാൻ വകുപ്പുണ്ട്. വാങ്ങിക്കാൻ എന്തുകൊണ്ടാണ്? കാര്യം പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ സോപ്പിട്ട് സംസാരിക്കേണ്ടി വരും. വചനത്തിനനുസരിച്ച് നിൽക്കാൻ ഒക്കാതെ വരും. അല്ലേ? പൈസ വാങ്ങിച്ചാൽ അവരുടെ മുഖത്ത് നോക്കി നീ ദൈവം തെറ്റാന്ന് പറയത്തില്ല. അതിനാണ് പൈസ വാങ്ങിക്കാൻ. നമ്മൾ പൈസ വാങ്ങിച്ചു പോകരുത്. അപ്പൊ ഇവിടെ മനോരമയുടെ കാര്യം ഞാൻ പറഞ്ഞ മാതിരി ഇവരെല്ലാം ലോകം മുഴുവനും ആന്റി ക്രൈസ്റ്റിന്റെ
ശബ്ദത്തിൽ കിടക്കുകയാണ് ഇപ്പം ഈ ലോകം മുഴുവനും. എവിടെ ഉണ്ട് ശബ്ദം? എവിടെ ഉണ്ട് ദൈവം? ആ ഇടത്തില്ല. ട്രംപ് നല്ല ചെയ്ത് കഴിഞ്ഞാൽ പറയത്തില്ല. എന്തൊരു ലോകമായത്. ഓ ഭയങ്കര ദൈവമക്കളെ, നാം ഇന്നായിരിക്കുന്നത് ഈ അസത്യം നിറഞ്ഞ പോഷകം നിറഞ്ഞ ആന്റി ക്രൈസ്റ്റിന്റെ ശബ്ദ തരംഗങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. ഓർമ്മയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകം മുഴുവൻ ശത്രുവിന്റെ പിടിയിൽ കിടക്കുകയാണ്. അപ്പൊ കർത്താവ് വരുവാൻ ഏത് സമയത്തും അവൻ പ്രത്യക്ഷമാകേണ്ട സമയമായി അത് അതിക്രമിച്ചിരിക്കുകയാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ കർത്താവിന്റെ വരവിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം, നാം ക്രിസ്തുവിൽ സമ്പന്നരായിട്ട് സ്തോത്രം, അത് ദൈവഭയത്തിൽ നാം ദിനംതോറും, അതെ നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഞാൻ ഇന്ന് എടുക്കപ്പെടും എന്നുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ബുദ്ധിയുള്ള കന്യകുമാരെ പോലെ എണ്ണ എപ്പോഴും തയ്യാറാക്കിക്കൊണ്ട് ആത്മാവിൻ്റെ പ്രസരിപ്പിൽ സ്തോത്രം നാം മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യം, സഭയിൽ കളയും വളരുന്നുണ്ട്, നല്ലതും വളരുന്നുണ്ട്. രണ്ടുമുണ്ട്. വളർന്നോട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. വളരട്ടെ, ഇപ്പം വെട്ടിമുറിക്കണ്ട. ശിഷ്യന്മാർ അവർ ചോദിച്ചു, ഇത് വെട്ടിക്കളയട്ടെ. ശിഷ്യന്മാരില്ല, ആ കർത്താവ് പറഞ്ഞ കഥയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നാം നമ്മുടെ സഭകളിലും എല്ലാ സഭകളിലും ഇതുണ്ട്. കളയം വളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കാലങ്ങളിൽ കളയുടെ ശബ്ദം അല്ല നമ്മൾ കേൾക്കേണ്ടത്. കള ഉച്ചത്തിൽ സംസാരിക്കും, മനസ്സിലാക്കണം. അതിനെ നാം വിവേചിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനമാകുന്ന ഇപ്പം പറഞ്ഞ പോലെ വചനത്തിൽ കൂടി വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം, മനസ്സിലായി. അതിൽ വീണുപോയി കഴിഞ്ഞാൽ നാം അതിൽ പെട്ടു. അതിന് പങ്കാളിത്തം വഹിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവധിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, മറക്കല്ലേ, പൗലോസ് പറഞ്ഞു, സ്തെഫാനോസിനെ കൊല്ലാൻ ഞാൻ സമ്മതം മൂളി. അല്ലെ പൗലോസ് അത് പറയൂ? പൗലോസിന് അത് പറയുന്ന ആവശ്യമുണ്ടോ അവർ ഇത് പറഞ്ഞു? കാര്യം പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നടന്ന സംഭവം. പക്ഷേ എങ്കിലും താൻ ഒറ്റ വാക്ക് സമ്മതം മൂളിയേ ഉള്ളൂ. ഓക്കെ, വോട്ട് ചെയ്തതേ ഉള്ളൂ. തന്നിൽ കുറ്റബോധം കിടക്കുന്നു. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ പാപികളിൽ അവൻ ഒന്നാമനാണ്. സ്തോത്രം. പക്ഷെ ദൈവമാണ് ശുദ്ധീകരിച്ച് ദൈവം കൊണ്ടു, അത് വേറെ വിഷയം. അപ്പം നമുക്ക് അതായത് അപരാധ ബോധം, നമ്മുടെ മലയാളം ലാംഗ്വേജ് പറഞ്ഞ അപരാധ ബോധം നമുക്കുണ്ടായിരിക്കണം, കുറ്റബോധം നമുക്കുണ്ടായിരിക്കണം, മനസ്സിലാക്കണം. അത് നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നത് എങ്ങനെ? അത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ഒരിക്കലും സമ്മതം മൂളരുത്, മനസ്സിലായോ? ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സമ്മതം മൂളി പാസ്സാക്കി വിട്ടാൽ അതിന് പരിണിതഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. അല്ലേ, വിശ്വാസത്തിൻ്റെ ഐക്യത അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ഐക്യത വിശുദ്ധന്മാർക്ക് എങ്ങനെ ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാര്യം പറഞ്ഞത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം, മൗനമായിരിക്കാനല്ല. സത്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും അല്ലേ? അതെ, നമ്മൾ വായിച്ചല്ലോ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും ഒക്കെയും അത് മുഴുവനും പൂർണ്ണതയിലാണ് പറയുന്നത്. ഒക്കെയും എന്ന് പറഞ്ഞാൽ മലയാളം ലാംഗ്വേജിൽ എങ്ങനെ പറയുന്നു? പൂർണ്ണസംഖ്യ അല്ലേ? പൂർണ്ണസംഖ്യ ഒക്കെയും, ഭാഗികമായിട്ടല്ല, ഒക്കെയും അല്ലേ? സൽകീർത്തിയായതൊക്കെയും ഒക്കെയും മലയാളം ലാംഗ്വേജിൽ എങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ? ആണ്. സ്തോത്രം. അതെ, അതുകൊണ്ട് സ്തോത്രം. നമ്മൾ ആസന്ന ഭാവിയിൽ അവസാനിപ്പിക്കുമ്പോൾ സമയമായല്ലോ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആസന്ന ഭാവിയിൽ നാം ഇന്നോ നാളെയോ ഈ രാത്രിയിലോ
യേശുവിനോടൊത്ത് മുഴുനിത്യതയിൽ ഭരിക്കാൻ പോകുകയാണെന്നാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വരവിനെയും അവനോടുള്ള നിത്യജീവിതത്തെയും കുറിച്ച് നാം എപ്പോഴും ചിന്തിച്ചു കൊള്ളണം. എപ്പോഴും ചിന്തിച്ചു കൊള്ളണം. അപ്പം ദൈവത്തിൻ്റെ ധനം അതൊന്ന് വായിക്കാൻ സൗകര്യം. റോമർ 11:33 റോമർ 11:33 വായിച്ചേ. റോമർ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേയും അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകും. ആമേൻ. അപ്പൊ ഇത് വായിച്ചെന്ന് നമ്മളെപ്പോഴും പണ്ടുവരെ വായിക്കുന്നതാണ്. എന്തോ ദൈവത്തിന്റെ ധനം, അവന്റെ ജ്ഞാനം, ആ അറിവ്, ഇതിന്റെ ആഴം നാം ഗ്രഹിക്കണം. ആഴം ഗ്രഹിക്കണം. സ്തോത്രം. അതിന്റെ മർമ്മങ്ങൾ നാം ഗ്രഹിക്കണം. മർമ്മം, മിസ്റ്ററി, അതെങ്ങനെ ഗ്രഹിക്കുന്നു? നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ മുഴുവനായി സമർപ്പിക്കുമ്പോഴാണ് കിട്ടുന്നത്. കേട്ടോ, ഈ മൗനമായിരിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. കേട്ടോ, ഒരു കാര്യം കൂടി പറയാം. മൗനമായിരുന്നു വാഗൊണ്ട് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് വചനത്തെ ഏറ്റെടുത്ത് കർത്താവേ യെസ് ഞാൻ വരുന്നു, എഗ്രി എന്ന് പറയാൻ മനസ്സില്ലെങ്കിൽ നിങ്ങളൊന്നും നേടാൻ പോകുന്നില്ല. ആരാന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ ആഴം നാം ഗ്രഹിക്കുക. സ്തോത്രം. അതായത് ദൈവസഭയെ ക്രിസ്തുയേശുവിൽ തികഞ്ഞവരാക്കേണ്ടത് സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുവാൻ അപ്പോസ്തലന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പൗലോസിൻ്റെ ഉപദേശം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഈ ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അപാരമാണ്. അത് അപാരമാണ്. സ്തോത്രം. അതെ. ഇതൊന്ന് വായിക്കും. കൊലോസ്യർ 2:3 വായിച്ചേ. കൊലോസ്യർ 2:3. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. അപ്പം അവനിൽ ജ്ഞാനത്തിന്റെ അതെ, പരിജ്ഞാനത്തിന്റെ ധനം. ക്രിസ്തുവിൽ പരിജ്ഞാനമാണ് പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ. നാം സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് പൈസ ഇട്ട് നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാൻ, അതിന് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ വലിയ താല്പര്യമുള്ളവരാണ്. തെറ്റൊന്നുമില്ല, ചെയ്തു. പക്ഷെ ഇതും കൂടി പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കിട്ടാൻ വേണ്ടി പൗലോസിനെ പോലെ 3-ാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ട് ആ ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്നതായ കാര്യം പൗലോസിന് കിട്ടി. ശിഷ്യന്മാർക്ക് കിട്ടിയില്ല. എന്തോ കർത്താവിൻ്റെ രഹസ്യ വരവ്, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നതായ ആലോചന ആർക്ക് കിട്ടി? പൗലോസിന് കിട്ടി. പൗലോസിന് കിട്ടി. അത് നിങ്ങൾക്കും കിട്ടും, ദൈവമക്കളെ, എനിക്കും കിട്ടും. നമ്മളങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ കിട്ടും. അതായി പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ അവനിലുണ്ട്. അതുകൊണ്ട് നമുക്കത് പ്രാപിക്കാം, നമുക്ക് ആഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സത്യമായതൊക്കെയും ചിന്തിക്കുക. തിങ്ക് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഈസ് ട്രൂ. ദൈവമായ നമ്മളെ തിരുവാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.